ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പൂന്തോട്ടം വളരെ മനോഹരമാക്കാനും നൂറുകണക്കിന് പൂക്കൾ തരുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നതുമായ ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള ടൊറേനിയ അല്ലെങ്കിൽ വിഷ്ബോൺ പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ കുറേ വീഡിയോസിൽ നമുക്ക് കമൻറ്റ്സ് വരുന്നത് ജാൻസി മാഡം എവിടെ നിന്നാണ് ചെടികൾ വാങ്ങിക്കുന്നത്, അതുപോലെ തന്നെ ഏത് നേഴ്സറിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ എൻ്റെ ചെടികളും പൂക്കളൊക്കെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഏത് നേഴ്സറിയിൽ നിന്നാണ് ചെടികളൊക്കെ വാങ്ങുന്നതെന്ന്. അങ്ങനെ ഒരു നേഴ്സറിയിൽ നിന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു 4 നേഴ്സറിയിലെങ്കിലും സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ്. സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ വെറൈറ്റികൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ആ വഴിക്ക് പോകുമ്പോൾ നമ്മുടെ കാറും കൊണ്ടോ അങ്ങനെ നമുക്ക് ചെടി കൊണ്ടുവരാൻ പറ്റിയ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ കയറിയാൽ വെറൈറ്റികൾ കണ്ടാൽ വാങ്ങാറുണ്ട്. അങ്ങനെ ഞാൻ വാങ്ങുന്ന 1-2 നേഴ്സറികളെ പരിചയപ്പെടുത്തുന്നു. അതൊന്ന് നമ്മുടെ കരിയാടുള്ള ബ്ലൂംസ് ഗാർഡനാണ്. അത് ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വാങ്ങുന്നത് കൂടുതലും ഞാൻ എൻ്റെ ഫ്രൂട്ട്സിൻ്റെ ചെടികളായാലും അതുപോലെ കൂടുതലും ചെടികൾ വാങ്ങാറുള്ളത് കൊരട്ടിയിലുള്ള സ്വപ്നചിത്ര എന്ന് പറഞ്ഞ നേഴ്സറിയിൽ നിന്നാണ്. അതും നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈയിടെ ഞാൻ അവിടെ തൊട്ടടുത്ത ഒരു ദിവസം അവിടെ കയറാനിടയായി. അപ്പോൾ ഒത്തിരി നല്ല വെറൈറ്റി ചെടികൾ, നല്ല ഹെൽത്തി പ്ലാന്റ്സ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വപ്നചിത്ര ഈ ഹൈവേ കൂടെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്കോ അങ്കമാലി ഭാഗത്തേക്കോ പോകുന്നുണ്ടെങ്കിൽ ചെടികൾ ഇഷ്ടപ്പെടുന്നവർ അവിടെ കയറുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി ചെടികൾ അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടി, ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ തോട്ടത്തിലോ മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ ഒത്തിരി പൂക്കൾ തരുന്ന ടൊറേനിയം, ഹൈബ്രിഡ് ഇനത്തിലുള്ള ടൊറേനിയം കണ്ടു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു 6 കളർ ടൊറേനിയം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നടുന്ന രീതി, അതിൻ്റെ പോട്ടി മിക്സ്, അതിൻ്റെ പരിപാലനമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല അവിടെ നിന്ന് വാങ്ങിയ മറ്റു ചെടികളും ഞാൻ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിൻ്റെ കെയറിംഗ് ഒക്കെ പരിചയപ്പെടുത്താം കേട്ടോ. ഇതാണ് ഞാൻ നഴ്സറിയിൽ നിന്ന് സ്വന്തമാക്കിയ ടൊറേനിയ. എനിക്കില്ലാത്ത കളേഴ്സാണ് ഞാൻ വാങ്ങിയത്. വീട്ടിലുള്ള കളറുകൾ 3 എണ്ണം ആകെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് പരാഗണം നടത്തിയാണ് ഇപ്പോൾ 6 കളറോളം ആയത്. അപ്പോൾ ഈ ചെടിക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് പരാഗണം നടത്തി നല്ല വെറൈറ്റി കളേഴ്സ് നമ്മുടെ പൂന്തോട്ടത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത. മാത്രമല്ല ഇതിൻ്റെ വിത്ത് വീണ് നമുക്ക് എപ്പോഴും ചെടികൾ ഇങ്ങനെ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് പൂക്കളും നമുക്ക് എപ്പോഴും ആറ്റൊഴിയാതെ നമ്മുടെ പൂന്തോട്ടത്തിലുണ്ടാവും. ഈ തൈകളെല്ലാം അവിടെ നിന്ന് അങ്ങനെ മുളച്ച് നിൽക്കുന്നത് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരുമിച്ച് കൂട്ടി ഒരു പോട്ടിൽ നടുക. അതാണ് ഏറ്റവും ഭംഗി. അപ്പോൾ ഈ ചെടികളാണ് ഞാൻ വാങ്ങിയത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. ഓരോന്നിനും 50 രൂപയായി. ഇത് ഹൈബ്രിഡ് ഇനത്തിലുള്ളതാണ്. നാടൻ വെറൈറ്റി ഉണ്ട് കേട്ടോ. അതിനകത്ത് ഒരെണ്ണം ഞാൻ നാടൻ വെറൈറ്റി വാങ്ങിച്ചിട്ടുണ്ട്. അതിന് 40 രൂപയായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ നന്നായിട്ട് പൂക്കൾ കൂടുതൽ വിരിഞ്ഞ് നിൽക്കുന്നത് വാങ്ങാതെ മുട്ടുകളായിട്ടുള്ളത്, ഒരു പൂ വിരിഞ്ഞ് നമുക്ക് പൂക്കൾ മനസ്സിലായാൽ അത് വാങ്ങുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ നാൾ പൂക്കളായിട്ട് നിന്നോളും. പിന്നെ പൂക്കളായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വിത്തുകളൊക്കെ പോയി കാണും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വാങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ മുട്ടുകൾ തന്നെയായിട്ട് വരുന്ന ചെടികൾ, അധികം വളർന്നു പോകാത്ത ചെടികൾ, ഏത് ചെടിയായാലും അങ്ങനെ വാങ്ങാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ചെടികൾ നടുന്ന രീതിയൊന്നും നമുക്ക് കാണാം. പിന്നെ നമ്മുടെ ടൊറേനിയ നടാനായിട്ടുള്ള ചട്ടി ഇത് എടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ പറയാറുള്ള പോലെ തന്നെ ചട്ടിയിൽ ഞാൻ ചകിരിയുടെ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. മണ്ണ് നമുക്ക് അത്രയും ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അധികം മണ്ണിൻ്റെ ആവശ്യമില്ല ടൊറേനിയത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വളവും വേണ്ട. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചട്ടിയിൽ ഇതുപോലെ ചകിരി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വേസ്റ്റ് നമ്മൾ അടിച്ചു വാരുന്ന എന്തെങ്കിലും അതൊക്കെ ഇടാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് ചീത്തയായി പോകുന്നൊരു ചെടിയല്ല. പക്ഷേ ഞാനിപ്പോൾ ചകിരിയുടെ കഷ്ണങ്ങളാണ് നിങ്ങളിട്ട് കാണിച്ച് തരുന്നത്. പിന്നെ നമ്മുടെ സാധാരണ പോട്ടി മിക്സ്, നമ്മുടെ തൊടിയിലെ മണ്ണ്, ആ മണ്ണിൽ കുറച്ച് കൊക്കോപ്പീറ്റും കുറച്ച് ചാണകപ്പൊടിയും. ഞാനിപ്പോൾ ചാണകപ്പൊടിക്കും പകരം വെർമി കമ്പോസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഏതാണോ ഉള്ളത് അത് ഇട്ടാൽ മതി. ടൊറേനിയത്തിന് അധികം വളത്തിൻ്റെ ആവശ്യമില്ല. സാധാരണ മണ്ണിൽ നന്നായിട്ട് വളർന്നോളും. നല്ല ഇളക്കമുള്ള മണ്ണാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഈ മിശ്രിതത്തിൽ ഇവിടെ എല്ലുപൊടി ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് എല്ലുപൊടി ഇട്ടിട്ടുണ്ട്. ചാണകപ്പൊടിക്കും പകരം വെർമി കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ചകിരിപ്പൊളി കഷ്ണങ്ങൾ ഇട്ടിരുന്ന ചട്ടിയിലേക്ക്
ചട്ടിക്ക് നല്ല ഡ്രൈനേജൊക്കെ വേണം കേട്ടോ. വെള്ളം ഒരു കാരണവശാലും കെട്ടിക്കിടക്കരുത്. ഇതുപോലെയുള്ള ചട്ടിയിലേക്ക് മണ്ണിടുക. പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച ചെടിയുടെ മണ്ണ് നമ്മൾ കളയുന്നില്ല. കാരണം ടൊറേനിയത്തിൻ്റെ മണ്ണൊന്നും കളയണമെന്നില്ല. അത് തന്നെ നമുക്ക് അതിനകത്തേക്ക് ഇടാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണ് ഇടണുള്ളൂ. അപ്പോൾ ഇതുപോലെ മണ്ണിടാം. മണ്ണിട്ടതിന് ശേഷം നമ്മൾ ഈ പോട്ടിൽ നിന്നും ഇത് മണ്ണ് അധികം അനങ്ങാതെ, ചെടി അധികം അനങ്ങാതെ എടുത്ത് നടാം കേട്ടോ. അത്രേ ഉള്ളൂ. ഈസി മെത്തേഡാണ്. ഇന്ന് വാങ്ങിയ ആ പോട്ടിൽ നിന്നും ചെറിയ പോട്ടായിരുന്നു, അതിൽ നിന്നും നമ്മളിത് മാറ്റിയിട്ടുണ്ട്. എന്നാലാണ് നമുക്ക് നല്ല പോട്ടിലിട്ടാൽ, നല്ല വിസ്താരമുള്ള പോട്ടിലേക്ക് വെച്ചാലാണ് ഇത് കൂടുതൽ വലുതായിട്ട് വളരുകയുള്ളൂ, പൂക്കൾ ഒത്തിരി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ നമുക്കിതിൻ്റെ ഏറ്റവും പ്രധാനം ഇതിൻ്റെ വിത്ത് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നട്ട് നല്ല ഉഷാറാക്കുക. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് നടട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ടൊറേനിയ നട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഈ മണ്ണ് നനയാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. കാരണം ഹൈബ്രിഡ് ഇനത്തിലുള്ള ടൊറേനിയാണിത്, നമ്മുടെ നാടൻ വെറൈറ്റി പോലെയുള്ളതല്ല. അപ്പോൾ കുറേ വെള്ളം ആയാലും പ്രശ്നമാണ്. അപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ടൊറേനിയത്തിന് നമ്മൾ വെള്ളം കൊടുക്കുന്നത് കുറച്ച് സൂക്ഷിച്ച് തന്നെ വേണം. നമ്മൾ മണ്ണ് നനയാനുള്ള വെള്ളം ഒഴിക്കുക. നല്ല ചൂടുള്ള സമയത്ത്, നല്ല വെയിലുള്ള സമയത്തൊക്കെ നമുക്ക് 2 നേരം നനയ്ക്കാം. ഈ ചെടി വെയിലത്ത് വെക്കാം കേട്ടോ. വെയിലത്ത് ഇരുന്നാലാണ് കൂടുതൽ പൂക്കൾ തരുള്ളൂ. മഴക്കാലത്ത് ഇത് അധികം നനച്ചിലും കുഴപ്പമില്ല. വെള്ളം ഇല്ലെങ്കിൽ മാത്രം, നനവില്ലെങ്കിൽ മാത്രം നനച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, എല്ലാവരും നല്ല ഉഷാറായിട്ട് വരട്ടെ. നമ്മൾ ഈ ടൊറേനിയം അല്ലെങ്കിൽ കാക്കപ്പൂവൊക്കെ നടുമ്പോഴേ ഒന്ന് വിസ്താരമുള്ള ഒരു ചട്ടി എടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ വിത്ത് ഈ ചട്ടിയിൽ തന്നെ വീണ് മുളച്ച് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കാറ്റത്ത് പറന്നും അല്ലെങ്കിൽ നമ്മൾ താഴെയൊക്കെ വീണ് വെള്ളത്തിൽ ഒലിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് വിസ്താരമുള്ള ചട്ടി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ വിത്തുകളെല്ലാം ഇതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളച്ചോളും. എല്ലാം ഞാൻ അതുകൊണ്ട് കുറച്ച് വലുപ്പമുള്ള ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, വിസ്താരമുള്ള ചട്ടികളാണെങ്കിൽ അവ കൂടുതൽ വലിയ ചെടികളായിട്ട് ഒത്തിരി പൂക്കൾ ഉണ്ടായി നിൽക്കും കേട്ടോ. ഇപ്പം ഞാൻ നട്ടിട്ട് ഇത് 2 ആഴ്ച കഴിഞ്ഞു. എല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ടൊറേനിയ ചെടിക്ക് ഒരു പ്രത്യേകതയുള്ളത്, പൂ വിരിഞ്ഞാൽ പൂവ് ഒരു 3-4 ദിവസം നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പൂ കൊഴിയും തോറും അതിൻ്റെ അടുത്ത മുട്ടുകൾ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും ചെടിയിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കോളും. അല്ലാതെ ഒരു പൂ വിരിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടല്ല അടുത്ത പൂ വിരിഞ്ഞത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പൂക്കൾ ആ ചെടിയിൽ ഉണ്ടായിക്കോളും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അടുത്ത ഒരു ചെടിയുടെ കെയറിങ്ങുമായിട്ട് വീണ്ടും നമുക്ക് കാണാം.